തിയേറ്റർ പൂരപ്പറമ്പാക്കാൻ മോഹൻലാലിന്റെ എമ്പുരാൻ നാളെ തിയേറ്ററുകളിലേക്ക് എത്തും. റെക്കോർഡ് പ്രീസെയിൽ നടന്ന ചിത്രത്തിനായി ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ടീസറിലും ട്രെയിലറിലും ഒളിപ്പിച്ച താരങ്ങൾ ആരൊക്കെയെന്ന് അഭ്യൂഹമുണ്ടെങ്കിലും നാളെ രാവിലെ വരെ കാത്തിരുന്ന് കാണാമെന്നാണ് അണിയറക്കാർ പറയുന്നത്. സ്റ്റീഫൻ നെടുമ്പള്ളിയിൽ നിന്ന് ഖുറേഷി അബ്രാമിലേക്ക് പകർന്നാടുന്ന മലയാളിയുടെ ലാലേട്ടനെ കാണാൻ ഇനി മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ എമ്പുരാൻ എത്തുകയാണ്. ട്രെയിലറിൽ പറയുന്നത് പോലെ പിതാവിനും പുത്രനും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ്, തമഗോളങ്ങളുടെ എമ്പുരാൻ. ടീസർ വന്നപ്പോൾ നവമാധ്യമങ്ങൾ ഒന്ന് കുലുങ്ങിയതാണ്. പിന്നാലെ ലീക്കായ ട്രെയിലർ തീ പിടിപ്പിച്ചു. ഇതിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ബോളിവുഡും കടന്ന ഹോളിവുഡ് താരങ്ങളാണെന്ന കഥകൾ. ഈ തിരിഞ്ഞു നിൽക്കുന്ന യസൂക്ക ഗ്യാങ്ങിന്റെ തലവനാരെന്നാണ് ഇപ്പോഴത്തെ ചർച്ച. രൂപം കൊണ്ട് അമീർ ഖാനെന്നും അതും കടന്ന ഹോളിവുഡ് താരം റിക്കിയോണെന്നും അഭ്യൂഹം. ആരായാലും തിയേറ്ററിൽ ഗംഭീര അനുഭവമാകുമെന്നാണ് ആരാധകരുടെ മറുപടി. ആവേശത്തിലേക്കാണ് ആ പോസ്റ്റർ ഇറങ്ങിയത് മുതൽ ഒരു വൻ ട്വിസ്റ്റ് തന്നെ ആയിരിക്കും. എമ്പുരാനെ വരവേൽക്കാൻ തിയേറ്ററുകളും സജ്ജമാണ്. കൂറ്റൻ കട്ടൗട്ടുകളും പോസ്റ്ററുകളും ഒക്കെ തയ്യാർ. നാളെ രാവിലെ 6 മണിയാകാൻ നിമിഷങ്ങൾ എണ്ണുകയാണ് ആരാധകർ. ചെണ്ടമേളവും ബാൻഡ് മേളവും DJയും ഒക്കെ ഉണ്ടാകും. ഇപ്പോൾ പറഞ്ഞതുപോലെ മുരളി ഗോപിയുടെ എഴുത്താണെങ്കിലും പൃഥ്വിയുടെ ഡയറക്ഷൻ ആണെങ്കിലും അതൊക്കെ മേളിൽ നിൽക്കുന്ന എൽ ബ്രാൻഡ് ലാലേട്ടൻ, അതിൽ തന്നെയാണ് നമുക്ക് ഷോ പ്രതീക്ഷ. ലാലേട്ടൻ എന്നുള്ള ഒരു ഒറ്റ വ്യക്തിയുടെ ആ ഒരു പെർഫോമൻസ്, അത് തന്നെയാണ് പടത്തിന്റെ ആ ഒരു ഹൈലൈറ്റ്. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ലാലേട്ടൻ അത് തന്നെയാണ്. അതിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നമ്മൾ അത്ര പ്രതീക്ഷയോടെ ഇരിക്കുന്ന സംഭവം. മോഹൻലാലും പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും ഉൾപ്പെടെ പ്രധാന താരങ്ങളും അണിയറക്കാരും കൊച്ചിയിലാണ് സിനിമ കാണുക. തൊട്ടതെല്ലാം റെക്കോർഡാക്കി മുന്നേറുന്ന എമ്പുരാൻ ബോക്സ് ഓഫീസ് തൂത്തുവാരുമെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.